നമസ്കാരം. പതിരും കതിരും. പറയുമ്പോൾ പതിരില്ല, ചേറുമ്പോൾ മണിയില്ല എന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പിണറായി വിജയനും ഫാമിലിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ ചേറാൻ മണിയുമില്ല, കയറി നിൽക്കാൻ വരമ്പുമില്ല എന്ന അവസ്ഥയാണ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഒട്ടും ശുഭകരമല്ല. ഇഡിയുടെ അന്വേഷണം മരുമകൻ റിയാസിലേക്കും അടുക്കുന്നുവെന്നാണ് വാർത്ത. റിയാസ് വീണയെ കെട്ടുന്നതിന് മുമ്പാണ് കരിമണൽ കമ്പനിയുമായുള്ള ഇടപാട് നടന്നിരുന്നത്. എങ്കിൽ പോലും മാസപ്പടി വാങ്ങിയ കാശ് എങ്ങോട്ട് പോയി എന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് റിയാസിനും പിടി വീഴാൻ പോകുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു റിയാസിൻ്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും ഇ സംഘം റെയ്ഡിന് ചെന്നത്. കൈവശം വന്ന കാശ് പലവഴി നീക്കിയ കൂട്ടത്തിൽ റിയാസിനും കുറേ നീക്കി വെച്ച് കാണും. അന്ന് ഭർത്താവ് എന്ന ബന്ധമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമെന്ന് കരുതി കാണും. വീണ ലക്ഷങ്ങളോ കോടികളോ വല്ലതും റിയാസിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ സംഗതി കുഴഞ്ഞത് തന്നെ. അമ്മായി ചൂട്ടത് മരുമോന് കായ്, ഒടുവിൽ ചുട്ടതെല്ലാം ഇ കൊണ്ടുപോകും. കച്ചവടം പൂട്ടിയപ്പോൾ വട്ടായിപ്പോയി എന്ന അവസ്ഥയിലേക്ക് വരരുതേ എന്നാണ് പ്രാർത്ഥന. പൊതുപ്രവർത്തകൻ്റെ അഴിമതി ഇനത്തിൽ ഇതും വന്നേക്കും. ചുരുക്കി പറഞ്ഞാൽ കൈകൾ ശുദ്ധമായ പിണറായി വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്നും കിട്ടിയ കാശ് മകളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ പേരിലേക്ക് തട്ടിയതാകാനാണ് സാധ്യത. ഇഡിയുടെ അന്വേഷണത്തിൽ റിയാസും കുടുങ്ങുകയാണെങ്കിൽ അടുത്ത ഘട്ടം അന്വേഷണം പിണറായി വിജയനിലേക്ക് ചെല്ലും. പ്രതിപക്ഷ നേതാവിൻ്റെ പണി ഇപ്പോൾ തന്നെ വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അത് തട്ടിയെടുക്കാൻ ബാലഗോപാലൻ ശ്രമിക്കുന്നുമുണ്ട്. മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ ചാനലുകാരിയോട് റിയാസ് പറഞ്ഞത് ഓർക്കുന്നു. വീണ ഒന്നിലും വറീഡാകുന്ന ആളല്ലത്രേ. ഞാനും ഇപ്പോൾ ഏതാണ്ട് ആ നിലയിലാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വറീഡാകുമായിരുന്നു. അതിന് കാരണവും അദ്ദേഹം പറയുന്നു. ജനം അകലുകയല്ല, അടുക്കുകയാണ്. അത് നമുക്ക് തരുന്ന ഒരാത്മവിശ്വാസമുണ്ട്. ഈ കരുത്ത് പിണറായി വിജയനുമുണ്ടത്രേ. ജനം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജനം അവരുടേതായ കാഴ്ചപ്പാടിലൂടെ പോവുകയാണ്. ഇതായിരുന്നു റിയാസിൻ്റെ മറുപടി. അല്ല റിയാസേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജനം അടുക്കുകയാണോ അകലുകയാണോ എന്ന്? ജനം ഓടിക്കൂടി നിങ്ങളെ പുണരാൻ വെമ്പുകയാണ് എന്നായിരുന്നു ധാരണ. പിന്നെ ജനം എന്താണ് ഈ വിഷയത്തിലൊക്കെ ചിന്തിക്കുന്നത്? അത് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും. ആരാണ് സഖാബെ നിങ്ങൾ പറയുന്ന ഈ ജനം? കുറേ കമ്മിക്കൂട്ടങ്ങളും അന്തങ്ങളും മാത്രം. ഇപ്പോൾ റിയാസിനോടും പിണറായി കുടുംബത്തോടും അടുക്കുന്നത് ജനമല്ല, ഇഡിയാണ്. ഏത് നിമിഷവും നിങ്ങളുടെയൊക്കെ വീട്ടിൽ കയറാൻ പറ്റിയ അടുപ്പമാണ് അവർക്കിപ്പോഴുള്ളത്. വീണയും ഞാനും ഒന്നും വറീഡാകുന്ന നേച്ചറല്ല, പിണറായിയും അങ്ങനെ തന്നെയാണ്. എന്തൊരു ഉളുപ്പില്ലാതെയാണ് റിയാസ് അന്ന് പറഞ്ഞത്. ഇത്ര ആത്മധൈര്യമുള്ള ആളുകൾ എന്തിനാണ് ഇ പരിശോധനയ്ക്ക് വന്നപ്പോൾ പാവം പിടിച്ച സഖാക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത്? ആ പാവങ്ങൾ വല്ലാതെ വറീഡായിപ്പോയി നിങ്ങളെ ഓർത്ത്. ഡോൺ വറി സഖാക്കളെ എന്ന് എന്തുകൊണ്ടാണ് അന്ന് ആ പാവങ്ങളെ സമാധാനിപ്പിക്കാതിരുന്നത്? ജനങ്ങൾ ഞങ്ങളോടങ്ങ് അടുക്കുകയാണ്. അങ്ങനെ അടുത്തതിൻ്റെ ഫലമാണല്ലോ 99 സീറ്റിൽ നിന്നും 35 നിങ്ങളെ കൊണ്ടെത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പായിരുന്നു ആ ഇൻ്റർവ്യൂ. സ്വാഭാവികമായും 3ാം തവണയും വരുമെന്ന് തന്നെയാണ് നിങ്ങൾ കരുതിയിരുന്നത്. എന്തായാലും ഇ റിയാസിനും സമൻസ് കൊടുക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇനി ഒന്നിച്ചു പോകാമല്ലോ. ഇതുവരെ ഭാര്യയെ ഇ ഓഫീസ് ഇറക്കി വിട്ടിട്ട് ഭർത്താവ് എവിടെയെങ്കിലും പോയി പതുങ്ങി നിൽക്കുന്നതായിരുന്നു പരിപാടി. നിങ്ങളെ രണ്ടിനെയും അവിടെ കൊണ്ടാക്കാൻ ഇനി വേറെ ആര് വരും? എന്തായാലും റിയാസിനും സമൻസ് കിട്ടുകയാണെങ്കിൽ വീണ ടി എന്ന പേര് മാറ്റി വീണ റിയാസ് എന്ന് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വിളിക്കാമല്ലോ. ഇന്ന് വീണ റിയാസ് ഹാജരാകുമെന്ന് പറയുമ്പോൾ വീണയും റിയാസും ഹാജരാകുന്നു എന്ന അർത്ഥവും വരും. സത്യത്തിൽ വീണ ടി എന്ന പ്രയോഗം കേൾക്കുമ്പോൾ തട്ടി വീഴാൻ പോകുന്ന ഒരു ഫീലാണ്. അതിലും എത്ര നല്ലതാണ് വീണ റിയാസ് എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരല്പം പുരോഗമനത്തിൻ്റെ തിളപ്പും വരും. അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ റിയാസ് കരുതിയത് ജനം ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നായിരുന്നു. തങ്ങൾ എന്തു കാണിച്ചാലും അടിമകളും ആശ്രിതരും അടങ്ങുന്ന പാർട്ടി കൂടെ ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ ചിന്തയൊക്കെ വെറുതെയാണെന്ന് റിയാസിന് ഇപ്പോൾ മനസ്സിലായി കാണും. പാർട്ടി ഭാര്യയെ കൈവിട്ട് കഴിഞ്ഞു. കേസിൽപ്പെട്ട റിയാസിനെയും അവർ കൈയൊഴിയും. വേറെ ഗത്യന്തരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് കയ്യിൽ വിലങ്ങ് വീഴുന്നത് വരെ പിണറായി വിജയനെ അവർ സംരക്ഷിക്കുന്നത്. പകരം ആരെ ഇറക്കാനാണ്? ഭാര്യയെ ഇത്ര നന്നായി വിലയിരുത്തിയ ഭർത്താവിനോട് ഒന്ന് ചോദിക്കട്ടെ. എന്ത് സേവനം ചെയ്തതിനാണ് കരിമണൽ കമ്പനിയിൽ നിന്നും നിങ്ങളുടെ ഭാര്യ ഈ 2 കോടി ചില്ലുവാനും രൂപ മാസപ്പടി വാങ്ങിയത്? ഇതുവരെ ഇക്കാര്യത്തിൽ റിയാസ് പ്രതികരിച്ചിരുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രതികരിക്കുമെന്നായിരുന്നു.
കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഓണത്തിന് മുമ്പ് റിയാസ് ഈ വിഷയത്തിലെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇത്തവണത്തെ ഓണം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? അകത്ത് കിടക്കുന്ന പാവം പിടിച്ചവന്മാർക്ക് വീട്ടിൽ വന്ന് ഓണം ഉണ്ണാൻ കഴിയുമോ റിയാസേ?